എല്ലാവർക്കും ഇന്നൊരു സന്തോഷത്തിന്റെ ദിവസത്തിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമ്മുടെ ലൈഫിൽ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഡേ ആണ്. ദൈവം നമുക്ക് തന്ന ആദ്യത്തെ സമ്മാനം നമ്മുടെ ആമോസിന്റെ 7ാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ ഇന്ന് നമ്മൾ ആമോസിന്റെ ആ ഡേ ഒരു ചെറിയൊരു സെലിബ്രേഷൻ, കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ഉള്ള അവർക്ക് ഭാവിയിൽ ഓർത്തിരിക്കാൻ നമുക്ക് കൊടുക്കാൻ പറ്റിയ സമ്മാനം. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ആ കുറച്ച് നിമിഷങ്ങളൊക്കെ പുറത്തിണക്കി നമ്മൾ അവന്റെ ഒരു ചെറിയ ഒരു ഭാവിയിലേക്കുള്ള ഒരു ഓർമ്മച്ചെപ്പായിട്ട് സൂക്ഷിക്കാവുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യണം. ആമസേ, എല്ലാവരും വെൽക്കം ചെയ്യും ഇന്നത്തെ വീഡിയോയിലേക്ക്. വെൽക്കം എവരിബഡി, വെൽക്കം ടു മൈ ബർത്ത്ഡേ പാർട്ടി. സോ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. അശ്ലി ഒരു വെൽക്കം പറയേ. വെൽക്കം ഓൾ. അപ്പൊ ഇന്നത്തെ ഡേ നമ്മൾ വളരെ കളർഫുൾ ആയിട്ടുള്ള നിമിഷങ്ങൾ കോർത്തിണക്കാനുള്ള പരിശ്രമമാണ്. അപ്പൊ നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിക്കാനായിട്ട് നമുക്ക് കുറച്ച് ഒന്നാമത് നമ്മുടെ വീടിന്റെ ഒരു സ്ഥലപരിമിതി കൊണ്ട് നമുക്ക് വലിയൊരു പരിപാടിയിലേക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഹോൾ എടുത്ത് അങ്ങനെ നമ്മൾ പോകുന്നില്ല. ഒരു കൊച്ചു കൊച്ചു ആഘോഷമാണ് ഇന്നത്തെ. അപ്പൊ അതിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ 2 സുഹൃത്തുക്കൾക്ക് ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ ആദ്യം പള്ളിയിലേക്ക് പോകാൻ പോവാണ്. ഇന്നപ്പോ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ പള്ളിയിൽ പോയിട്ട് വന്ന് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ മൊത്തം നമ്മളിതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നമുക്ക് ആ കാഴ്ചകൾ കാണാം. പള്ളി പോകാനായിട്ടത് അപ്പൊ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. നമ്മളിത് നമ്മുടെ 2 കൂട്ടുകാരും ഓൾറെഡി ഉണ്ട്, നമ്മുടെ ഫ്രണ്ട്സ്. അപ്പൊ അവരെ നിങ്ങൾ കണ്ടിട്ടില്ല. വളരെ സ്പെഷ്യലായിട്ട് ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു സന്തോഷത്തിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് സ്പെഷ്യലായിട്ട് ഇന്ന് വന്നിരിക്കുകയാണ്. അവരെ നിങ്ങൾ കുറച്ച് നമ്മുടെ പരിചയക്കാർ കുറച്ചധികം സുപരിചിതരാണ്, എന്നാലും നമുക്ക് അവരാരെന്ന് കാണണ്ടേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ സ്പെഷ്യലായിട്ട് ഇവരാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഡേസി ചേച്ചി, ഡിനോ, നിമ്മി ആൻഡ് കുഞ്ഞുണ്ണിയുടെ ശരിക്കും റിയൽ പേരെന്താ? ഡെറിക്. ഇത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയ എവിടെ? നിങ്ങളുടെ ലണ്ടനിൽ നിന്നാട്ടോ അവര്. നമ്മുടെ പറയേ, കുഴപ്പമില്ല. ഞാൻ ജോലി ചെയ്യുന്ന ലണ്ടനിലാണ്, താമസിക്കുന്നത് ഓർപ്പിംഗ്ടൺ. ഇവിടെ നിമ്മിപ്പോ ഇവിടെ നേഴ്സ്, ബാൻഡ് 6 നേഴ്സായിട്ട് വർക്ക് ചെയ്യണം അല്ലേ? ഇവിടെ ഇപ്പൊ എത്ര വർഷമായി നിങ്ങളുടെ ഫാമിലി? 4 വർഷമായി അല്ലേ? ഇപ്പൊ അമ്മച്ചി ഇപ്പൊ ഇവിടെ ഒരു വെക്കേഷൻ ആയിട്ട് അമ്മച്ചിനെ കൊണ്ടുവന്നു അല്ലെ ഡിനോ? 6 മാസം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ എങ്ങനെയുണ്ട് നമ്മുടെ നാടും ഇതൊക്കെ വെച്ച് നോക്കുമ്പോ? ഇഷ്ടപ്പെട്ടോ? വന്നത് നല്ല തണുപ്പ് സമയത്തായി പോയല്ലേ? ഇപ്പൊ എനിക്ക് തണുപ്പ് പതുക്കെ മാറണ സമയം ആയതുകൊണ്ട് ഇപ്പൊ പള്ളിയിൽ പോണത് കൊണ്ടാണ് നമ്മളിത് ചുരിദാർ കോസ്റ്റ്യൂമിലൊക്കെ നല്ല സുന്ദരിയായിട്ട് നിക്കണത്. പിന്നെ ഓൾറെഡി പള്ളി പോകാനായിട്ട് ഇവരൊക്കെ റെഡിയാണ്. നമ്മുടെ അളിയൻ പെങ്ങള് ഫാമിലി ഓൾറെഡി ഇവിടെ ഉണ്ട്. ഹായ് ഹായ്. പിന്നെ കുട്ടിപ്പട്ടാളങ്ങളായിട്ട് ഇവരിവിടെ ഓടി നടക്കണേ. അപ്പൊ എല്ലാവരും റെഡിയാണ്. അപ്പൊ ഞങ്ങള് പള്ളിയിലോട്ട് പോകാൻ പോവാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് പള്ളിയില് ഒരുപാട് മലയാളികളെയും കാണാൻ പറ്റൂട്ടോ നമുക്ക്. അപ്പൊ ഈ മനോഹരമായ നമ്മുടെ ദിവസം അങ്ങനെ നമ്മളിത് പള്ളിയിലേക്ക് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ ഇപ്പൊ നേരെ പോകുന്ന റോഡ് നമുക്ക് ഒരു 5 മിനിറ്റ് ഡ്രൈവ് ഇല്ല നമ്മൾ പള്ളിയിലോട്ട്. മദർ ഓഫ് ഗോഡ് ചർച്ച് എന്നാണ് നമ്മുടെ ലെസ്റ്ററിലെ നമ്മൾ പോകുന്ന പള്ളിയുടെ പേര്. നമ്മുടെ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. നമ്മുടെ മലയാളികളുടെ നിറഞ്ഞ സാന്നിധ്യമുള്ള ഒരു കൂട്ടായ്മയുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ലെസ്റ്റർ. പ്രത്യേകിച്ച് ഈ പള്ളിയും അതിൻ്റെ ഒരു കൂട്ടായ്മയ്ക്ക് വളരെ സജീവമാണ്. ഇപ്പം നമ്മൾ ഇന്ന് പോകുന്ന ഞായറാഴ്ചയാണ്. നമ്മൾ ഇപ്പം സാധാരണ ഇതിൽ നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് കുർബാന, പിന്നെ വൈകിട്ട് മലയാളം കുർബാന അങ്ങനെയുണ്ട്. അപ്പം നമ്മൾ ഇന്ന് രാവിലത്തെ കുർബാനയാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വിശേഷ ദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് പള്ളി നിറച്ച ആൾക്കാരുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളും ഇന്ന് നേരത്തെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ കുർബാന കാര്യങ്ങളൊക്കെ സജീവമായിട്ട് നമ്മൾ പങ്കുകൊണ്ട് നമുക്ക് ഈ ദിവസം വളരെ ധന്യമാക്കാനായിട്ടൊരു തുടക്കം കുറിക്കാൻ നമ്മൾ ഇപ്പോൾ പള്ളിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. നമ്മൾ ഒരു സൈഡിൽ നമ്മൾ വീട്ടിൽ തന്നെ കുക്കിങ്ങിൻ്റെ സെഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ കൊച്ചു കൊച്ചു അലങ്കാരപ്പണികൾ ഇവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും കൂടി തന്നെയാണ് ചേർന്നത് ചെയ്യുന്നത്. അപ്പോൾ
ഒരു ചെറിയൊരു ആഘോഷത്തിൻ്റെതായ ഒരു കളർ പകരാനായിട്ട് വേണ്ട അലങ്കാരങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് ഇവിടെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ജോയി ഒരു സൈഡിൽ കുക്കിങ്ങിന് വേണ്ട മരണപ്പാച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഓരോരുത്തരും നമ്മൾ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നെയ്ബേഴ്സിലെ കുട്ടിപ്പട്ടാളം ഇപ്പോൾ ഓൾറെഡി ഇവിടെ അണിനിരന്നിട്ടുണ്ട്. ഇവരാണ് നമ്മുടെ ഞെഞ്ഞുവിൻ്റെ മെയിൻ കളിക്കൂട്ടുകാർ, ദോസ്തുക്കൾ. അപ്പോൾ ഒരു എന്താ പറയുക, ഡേ ടൈമിലൊക്കെ ഇവർ 3 പേരും അങ്ങോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഓടിക്കളിച്ച് നടക്കാനും അവരുടെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്, ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരും അങ്ങനെ സൈഡിൽ കൂടെ നടക്കുന്നു. അപ്പം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ വിശിഷ്ട വ്യക്തികൾ എല്ലാവരും ഇവിടെ നമ്മുടെ സൗഹൃദങ്ങളിൽ പങ്കുചേരാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ വിശേഷങ്ങളൊക്കെ നമ്മളിത് പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ഓടിച്ചിട്ട് നിങ്ങളൊന്ന് കാണിക്കുന്നതാണ്. പിന്നെ നമ്മുടെ മാൾട്ടക്കൂട്ടത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ, നമ്മുടെ മാൾട്ടയുടെ മാണിക്യക്കല്ലുകൾ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അധികം വൈകിക്കുന്നില്ല, നമ്മൾ പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡേയുടെ ആമോസൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർ ഫ്രണ്ട് സർക്കിളിൽ അവരെല്ലാവരുടെ മുമ്പിൽ വെച്ച് കേക്ക് കട്ട് ചെയ്യുക, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ആമോസൊക്കെ. അപ്പോൾ നമ്മൾ സമയം വൈകിയുള്ള നമ്മളിനി കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കുകയാണ്. Today we're going to introduce you to some of my friends, and today is my birthday! Yay! And also today we're going to show it to Araf, Hannah, Sachin, my neighbor, and also Ivan, my brother. Yes! Okay, now Let's wish to Amos. happy birthday to you. Happy birthday to you. Happy birthday to you. മെയിൻ ആയിട്ടായ ഫുഡിങ്ങിലോട്ട് എല്ലാവരും കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കിയത് എന്നത്തെ പോലെ ജോയി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താ നമുക്ക് കാണാം. അപ്പോൾ ഇത് ഫ്രൈഡ് റൈസ്, പിന്നെ ചില്ലി ചിക്കൻ, അവിടെ ചില്ലി ചിക്കൻ, പിന്നെ സാലഡ് ഉണ്ട്, അച്ചാറ്, ഇത്രയൊക്കെയാണ് മെയിൻ ഐറ്റംസ്. പിന്നെ സമോസയൊക്കെ നമ്മൾ ഓൾറെഡി കഴിച്ചു. സമോസ ഉണ്ടായിരുന്നു. നമ്മുടെ കുട്ടി ഗ്യാങ്സ് അങ്ങനെ ഇവിടെ ഫുഡിങ് തുടങ്ങി. ആമോസും ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്.
അമോസ് എങ്ങനെയുണ്ട് ഫുഡ്? ആമോസ് എങ്ങനെയുണ്ട് ഫുഡ്? ഗുഡ്. എങ്ങനെയുണ്ട് ഫുഡ്? I can destroy the world. ഇവനെ വിളിച്ച് അറഫ് ആക്കി. അറഫ് എങ്ങനെയുണ്ട് ഫുഡ്? ഗുഡ്. ലൈക്ക് യു നീഡ് മോർ. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ചെറിയ ഗ്യാങ്ങിനെ ഒന്ന് പരിചയപ്പെട്ടാലോ? നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ കുറച്ച് മാൾട്ട ഗ്യാങ്സ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും മാൾട്ടയിൽ ഉണ്ടായിരുന്നതാണ്. രണ്ടുപേരും മാൾട്ടയിൽ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ പേരൊക്കെ ഒന്ന് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തുവാണെങ്കിൽ. എൻ്റെ പേര് ബിൻസി. ഞാനിവിടെ റോയൽ ഇൻഫർമറിയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ പേര് അനു. ഞാനും ഇവിടെ റോയൽ ഇൻഫർമറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇനി അടുത്തത് നമ്മുടെ സ്വന്തം സുഹൃത്തായ സൗമ്യാണ്. അപ്പൊ സൗമ്യ കുറച്ച് ഡീറ്റെയിൽസ് എവിടെ വർക്ക് ചെയ്യണേന്നൊക്കെ ഒന്ന്. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോ. ഞാൻ ഇവിടുത്തെ ഞങ്ങൾ നൈബേഴ്സാണ്. ഞാനിവിടെ ഗ്ലെൻഫീൽഡ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. പിന്നെ അടുത്തായിട്ട് നമ്മുടെ അഷിതനെ പറ്റി പറയുകയാണെങ്കിൽ അഷിത ഒരു കലാകാരിയാണ്. ഇവിടെ ലെസ്റ്ററിൽ അറിയപ്പെടുന്ന ഒരു കലാകാരിയാണ്. ബാക്കിത്തെ അഷിത തന്നെ പറയും. എൻ്റെ പേര് അഷിത. നാട്ടിൽ തൃശ്ശൂരാണ് വീട്. ദുബായിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ ഇവിടെ ഗ്ലെൻഫീൽഡ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മുടെ അഖില എവിടെ വർക്ക് ചെയ്യണമെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഞാൻ റോയലിലാണ് LRIയിൽ വർക്ക് ചെയ്യുന്നു. ഇവിടുത്തെ മേളിലാണ് താമസിക്കുന്നത്. നെയ്ബറാണ്. ഓക്കെ. അപ്പോൾ നമ്മളെല്ലാവരും പരിചയപ്പെട്ട് കഴിഞ്ഞു. എന്നെ പിന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഓൾറെഡി ഞാനിവിടെ ചാനലിലൂടെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് സ്ഥിരം. അപ്പം അങ്ങനെ അപ്പൊ നമ്മുടെ ആഘോഷങ്ങൾ അവിടെ അങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സൗഹൃദങ്ങള് മാൾട്ടയുടെ മാണിക്കക്കല്ല് പുകല് എന്ന് പറയുന്നത് നമ്മുടെ ഷെറിന്, വിൻസ് എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ സൗഹൃദങ്ങൾ എങ്ങനെ അവിടെ അയവർക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട് അവിടെ? ജോയിയുടെ സ്പെഷ്യൽ അടിപൊളി. ഇവിടെ ഇപ്പൊ നമ്മള് യുകെയിൽ എത്തിക്കുന്ന മാൾട്ടയിൽ നിന്ന് പല മേഖലയിൽ നിന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ചോദിക്കുന്ന കാര്യം എങ്ങനെയുണ്ട് മാൾട്ട ടു യുകെ? മാൾട്ട ഒരു ചെറിയ ഐലൻഡാണ്. ഇപ്പം നമ്മുടെ ജോലി കാര്യത്തിലാണെങ്കിലും വളരെയധികം ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആണ്. UK-യിൽ കുറച്ച് നിയമങ്ങൾ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അപ്പം അതിനനുസരിച്ച് ജോലി ചെയ്യുക. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെ കഷ്ടപ്പെടാൻ താല്പര്യമുള്ളവർ UK-ലേക്ക് വരിക. ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ UK കുറച്ച് ബെറ്റർ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പേഴ്സണലി എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ എന്താ പറയണ്ടേ? പോലും ഒരു അഭിപ്രായത്തിന് ഒരുപാട് കോൺസെൻട്രേഷൻ ഉണ്ട്. അത് വേറെ കാര്യം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാൾട്ട ഈസ് ഹെവൻ. പിന്നെ പറഞ്ഞ പോലെ എല്ലാവർക്കും അതെ ഫ്യൂച്ചർ ചിലപ്പോൾ UK ആയിരിക്കും നല്ലത്. ഇപ്പോൾ PR കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക്. അതല്ല വേറെ രീതിയിൽ ഇപ്പോൾ ലൈഫ് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ താല്പര്യമുള്ളവർക്ക് മാൾട്ട ആയിരിക്കും എന്തുകൊണ്ടും 100%. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതെ നിങ്ങൾ UK-യിൽ വന്ന് സെറ്റിലായി. പക്ഷെ ഞങ്ങൾ ആരും വരാതിരിക്കാൻ വേണ്ടി പറയാൻ എല്ലാവരും അല്ല, ചിലവരങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ്. പക്ഷേ രണ്ടും ഇപ്പോൾ വർക്ക് ഫ്രീഡം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു 100% മാൾട്ട ആയിരിക്കും നല്ലത്. ഇവിടെ ഇച്ചിരി സ്ട്രെസ്ഫുള്ളാണ്. സ്ട്രെസ് ഇല്ലാത്തവരുണ്ട്, പക്ഷെ അത് പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും. പിന്നെ ഏൺ ചെയ്യലും സേവിങ്സും മാൾട്ടയിലായിരിക്കും ബെറ്റർ ഇന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഒരു ഇതനുസരിച്ച് പറഞ്ഞാണ്. ഞാൻ കൂടുതൽ സേവ് ചെയ്തായിരുന്നു മാൾട്ടയിലായിരുന്നു. പിന്നെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ ചിലപ്പോൾ ഒന്നുകൂടി ബെറ്റർ ഇവിടെ ആയിരിക്കും. പക്ഷെ അതുപോലെ ചിലവുണ്ട്. മാൾട്ടയിൽ വേറൊരു ലൈഫ്, ഇവിടെ വേറൊരു ലൈഫ്. അതെ തികച്ചും. പക്ഷെ ഞാൻ മാൾട്ടയുടെ ക്ലാസ് താഴ്ന്നു തന്നെ ഇരിക്കും.
നമ്മുടെ ദുബായ് എക്സ്പെർട്ട് ദുബായ് ലൈഫ് ടു UK കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? നമുക്കൊരു കാര്യങ്ങളൊക്കെ സെറ്റ് ആവണതും എല്ലാം കൊണ്ടൊക്കെ നമ്മള് ഇവിടെ ഫാമിലി ലൈഫിന് ഇവിടെ കുറച്ചും കൂടി പ്രയോറിറ്റി ഇവിടെ ഉണ്ട് കമ്പയർ ടു ദുബായ്. പിന്നെ നൈറ്റ് ലൈഫ് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ദുബായ് തന്നെയാണ് ബെറ്റർ. പിന്നെ ജോബിൻ്റെ ഇത് വരുമ്പോഴും അതേപോലെ തന്നെ കുറച്ച് സ്ട്രഗിൾ ഉണ്ട് ഇവിടെ, എന്നാലും എല്ലാം സെറ്റാവും. അപ്പൊ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ഇവിടെ പരിസമാപ്തമായിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാവിധ സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് ആമോസിന് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ അവൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് തുറന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും പിന്തുണയ്ക്കും സപ്പോർട്ടിന് ഒരിക്കൽ കൂടി നന്ദി പറയാണ്. അപ്പൊ നമുക്ക് പുതിയ കാഴ്ചകളായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അപ്പൊ അങ്ങനെ ആമോസിന് വിഷ് ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ എല്ലാവരും പ്രത്യേകം നന്ദിയോടെ ഓർക്കാണ് കേട്ടോ. അപ്പൊ ആമോസെ താങ്ക് യു പറഞ്ഞ എല്ലാവർക്കും ഒരിക്കൽ കൂടി. ആമോസ് Thank you. Wait, we forgot Sachin. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി കേട്ടാ. ബൈ.